പൊതുവെ മനുഷ്യർക്ക് രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, മറ്റൊന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്താണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്? ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളായാലും തിരിച്ചടികളായാലും അതൊക്കെ തന്നെ തൻ്റെ കഴിവിൻ്റെ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ താൻ അതാണ് എന്ന് മനസ്സിലാക്കുന്ന മൈൻഡ് സെറ്റാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് അവൻ്റെ മാർക്ക് ലഭിക്കുമ്പോൾ മാർക്ക് വളരെ മോശമാണ്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലല്ല അവൻ്റെ മാർക്കെങ്കിൽ അവൻ നോക്കിയിട്ട് അവൻ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവൻ നോക്കിയിട്ട് വിലയിരുത്തുന്നത് ഇങ്ങനെയായിരിക്കും: എൻ്റെ മാർക്ക് ഇതാണ്, എൻ്റെ കഴിവാണ് ഈ കാണുന്നത്, എൻ്റെ പവറാണ് ഈ കാണുന്നത്, എൻ്റെ ലേണിംഗ് കഴിവാണ് ഈ കാണുന്നത്, ഇതിനപ്പുറം എനിക്കൊന്നുമില്ല, ഇതാണ് എൻ്റെ വിധി. അഥവാ ജീവിതത്തിൽ തനിക്കുണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ തിരിച്ചടികളെ തൻ്റെ കഴിവിൻ്റെ പ്രതിഫലനമായി മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ടൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇതിന് വളരെ വ്യത്യസ്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന ജീവിതത്തിലെ ജയപരാജയങ്ങളെ അവർ വിലയിരുത്തുന്നത് അവരുടെ കഴിവിൻ്റെ മാത്രമായിട്ടല്ല, മറിച്ച് അവരുടെ പരിശ്രമത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അപാകതയുണ്ടോ എന്നാണ് മനസ്സിലാക്കുക. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ്റെ മാർക്ക് ലഭിച്ചത് കുറവാണെങ്കിൽ അവൻ അതിനെ മനസ്സിലാക്കുക: ഇത് എൻ്റെ പരിശ്രമത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചതിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, എന്തോ ഐ മിസ് സംതിങ്, എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ, തൻ്റെ പരിശ്രമത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് പഠനം നടത്തുവാനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവർ ആഗ്രഹിക്കുക. എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചമെന്ന് ചോദിച്ചാൽ, തന്നെ ഓരോ ഘട്ടങ്ങളിലും സ്വയം ഒന്ന് പുനരാവിഷ്കരിക്കാൻ, പുതിയ ഒരു തന്നെ കണ്ടെത്താൻ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവർക്ക് സാധിക്കും. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ളവരാകട്ടെ അവർക്കുണ്ടാകുന്ന പരാജയങ്ങളെ ഇത് എൻ്റെ കഴിവിൻ്റെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ പഴി പറയും, സ്വന്തത്തെ പഴി പറയും. അതൊരു സുഖമുണ്ട്. കാരണം എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ മാർക്ക് വാങ്ങാൻ കഴിയൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും മേഖലയാണെങ്കിലും എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പയ്യെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്. കാരണം പിന്നെ അവിടെ റിസ്ക് വരുന്നില്ല, ഒരു എഫേർട്ടിന് റിസ്ക് വരുന്നില്ല. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവർ അങ്ങനെയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെ പാഠം ഉൾക്കൊള്ളുകയും അതിൻ്റെ റിസ്ക് അവർ ഏറ്റെടുക്കുകയും മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി വിജയം അവർക്കുള്ളതായിരിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി ഒരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിച്ചാലും നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത്തത് നമ്മുടെ അകത്ത് തന്നെയുള്ള പ്രശ്നമാണ്, ഇന്നർ പ്രോബ്ലംസ് ആണ്. രണ്ടാമത്തത് ഔട്ടർ, പുറമേ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ഇന്നറിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പഠനത്തിൽ മോശമാണ്, അവൻ വിചാരിക്കുകയാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് നല്ല മാർക്ക് വാങ്ങണം. അവൻ ആ ഒരു മൈൻഡോട് കൂടി പഠിക്കാനിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നു, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവന് ഉത്തരം പറയാൻ പറ്റിയില്ല. അവനാകെ, കാരണം വല്ലാത്തൊരു വൈബ്രേഷൻ വന്നുപോയി, ഉത്തരം പറയാൻ പറ്റിയില്ല. ടീച്ചറുടെ ശകാരവും കേട്ടു. അവൻ ചിന്തിക്കുകയാണ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവൻ ചിന്തിക്കുക, എന്തിന് ഞാൻ പരിശ്രമിക്കണം, എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരു കാര്യം മനസ്സിലാക്കും. അതായത് ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ, അഥവാ ഒരു മോശമായ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ബ്ലാക്കിൽ നിന്ന് ഒറ്റയടിക്ക് വൈറ്റിലേക്ക് നമ്മൾ മാറില്ല. ബ്ലാക്കിൽ നിന്ന് ബ്ലാക്ക് കുറഞ്ഞ് കുറച്ച് ഗ്രേ ഉള്ള ഒരു കളറിലേക്കായിരിക്കും നമ്മൾ മാറുക. ആ ഗ്രേയുടെ പല ഷെയ്ഡുകളും കടന്നാണ് നമ്മൾ വൈറ്റിൽ എത്തിച്ചേരുക. ഒറ്റയടിക്ക് വൈറ്റ് ആവില്ല. ഈ ഗ്രേ എന്ന യാഥാർത്ഥ്യം, അഥവാ മാറ്റത്തിന് ചില പ്രോസസ്സുകൾ ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിസൾട്ട് വരില്ല എന്ന ബോധ്യമുള്ള ആളുകൾ ഗ്രേയെ ഗ്രേയാക്കി മനസ്സിലാക്കുകയും വൈറ്റിലേക്കുള്ള പ്രയാണമായി അതിനെ തിരിച്ചറിയുകയും ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ആളുകൾ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന കൺസെപ്റ്റിലാണ് പോവുക. അത്തരക്കാർ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. ഇനി ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ രണ്ടാമതായി നമുക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം പുറമേ നിന്നുള്ള പ്രശ്നങ്ങളാണ്. കടുത്ത വിമർശനങ്ങൾ ഉണ്ടാവും ഒരു മാറ്റത്തിന് തയ്യാറാകുമ്പോൾ. വിമർശനങ്ങളിൽ ഒരുപക്ഷെ കാമ്പുള്ള വിമർശനങ്ങളാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം, ആ തിരുത്തലുകൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകണം. ചില വിമർശനങ്ങളുണ്ട്, യൂസ്ലെസ് ആയിട്ടുള്ള വിമർശനങ്ങൾ. കാരണം വിമർശനം എന്ന് പറയുമ്പോൾ അത് സംസാരമാകണമെന്നില്ല, ചിലപ്പോൾ മുഖത്ത് നോക്കിയിട്ട് ഒരു എയർ വിടുന്നതായിരിക്കാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ ഒരു സ്വപ്നം, ഒരു മാറ്റത്തിൻ്റെ സ്വപ്നം നമ്മൾ കാണുമ്പോൾ ആ സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് പൊതുജനം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം വളരെ ലിമിറ്റഡ് ആണ്.
അതായത് നമ്മുടെ സ്വപ്നം എത്രത്തോളം മഹത്തായ സ്വപ്നമാണോ അത്രത്തോളം അത് കേട്ടാൽ മറ്റുള്ളവർ ചിരിക്കണം, മറ്റുള്ളവർക്ക് ചിരി തോന്നണം, പൊട്ടിച്ചിരിക്കണം, പരിഹാസം തോന്നണം. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് വലിയ സ്വപ്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ സ്വപ്നവുമായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ബന്ധുജനങ്ങളായാലും ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, അവർക്ക് നമ്മുടെ ചരിത്രമാണ് അറിയാൻ സാധിക്കുക. നമ്മുടെ ചരിത്രം വെച്ചിട്ടാണ് അവർ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മൾ വിലയിരുത്തുക, ഇവനാണ് ഈ സംഭവം ചെയ്യാൻ വേണ്ടി പോണത് എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ ഫേമായിട്ട് നിലനിൽക്കണം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്കുള്ള ഈ ട്രാൻസിഷൻ, ഈ ഗ്രേ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഗ്രേ ബ്ലാക്ക് അല്ലെന്നും വൈറ്റിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണെന്നും അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ ചങ്കുറപ്പോടുകൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ ജീവിത വിജയം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. സോ കൂടുതൽ പവർഫുള്ളായ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളായി മാറുവാൻ, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികച്ച വ്യക്തിയായി മാറുവാൻ നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ നിന്നും അതുപോലെ വായനയിൽ നിന്നൊക്കെ ലഭിച്ച അറിവുകളാണ് ഇത്തരം വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു.